ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷത്തിന് തുടക്കമായി. കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ചകളുടെ നിർമ്മാണത്തിനും ശിവരാത്രി നാളിൽ ആരംഭം കുറിച്ചു. ഇനിയുള്ള ഒരാഴ്ചക്കാലം കുത്തിയോട്ടത്തിന്റെ ചടുല താളങ്ങളാൽ ഓണാട്ടുകരയുടെ വൈകുന്നേരങ്ങൾ മുഖരിതമാകും. ഓണാട്ടുകരയുടെ ദിനരാത്രങ്ങൾക്ക് ഇനി കുത്തിയോട്ടത്തിന്റെ ചടുലതാളമാണ്. ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നടക്കുന്ന പ്രധാന അനുഷ്ഠാനമാണ് കുത്തിയോട്ടം. ശിവരാത്രി നാളിൽ രാവിലെ കുത്തിയോട്ട കുട്ടികളെ ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം നടത്തി കുത്തിയോട്ട ആശാന്മാർക്ക് കൈമാറി. തുടർന്ന് ഗണപതിക്ക് നാളികേരമുടച്ച് ഉപക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കുത്തിയോട്ട കുട്ടികൾ കുത്തിയോട്ടം നടക്കുന്ന ഗൃഹങ്ങളിലേക്ക് തിരിച്ചു. 14 കുത്തിയോട്ടങ്ങളാണ് ഇത്തവണ നടക്കുന്നത്. ശിവരാത്രി നാളിൽ വൈകുന്നേരം മുതലാണ് കുത്തിയോട്ട ചടങ്ങുകൾ വീടുകളിൽ ആരംഭിക്കുന്നത്. രേവതി നാൾ വരെ അനുഷ്ഠാനം വീടുകളിൽ തുടരും. ഭരണി നാളിൽ രാവിലെ ഘോഷയാത്രയായി വീടുകളിൽ നിന്നും കുത്തിയോട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. കെട്ടുകാഴ്ചകൾ നിർമ്മിക്കുന്ന ഇടങ്ങളിലെത്തി ചൂരൽ മുറിയൽ ചടങ്ങിന് ശേഷം ക്ഷേത്ര ശ്രീകോവിലെത്തി ചൂരലൂരി ദേവിക്ക് സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാവുക. കുംഭഭരണി കെട്ടുകാഴ്ചകളുടെ നിർമ്മാണങ്ങൾക്കും ശിവരാത്രി നാളിൽ തുടക്കമായി. 13 കരകളിലാണ് കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം നടക്കുന്നത്. 6 കരകളിൽ കെട്ടുകാഴ്ചയായ കുതിരകളും 5 കരകളിൽ തേരും 2 കരകളിൽ ഭീമന്റെയും ഹനുമാന്റെയും പാഞ്ചാലിയുടെയും ദാരുശില്പങ്ങളാണ് കെട്ടുകാഴ്ചയായി നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.